I am a teacher. ടീച്ചർ സെക്കുലർ ടീച്ചർ മാത്രമല്ല, ഈ ബൈബിളിലും ടീച്ച് ചെയ്യാതെ നമുക്ക് നിവൃത്തിയില്ല. വിശ്വാസികൾ ഉണ്ടാകുകയും നിലനിർത്തുകയും ചെയ്യണമെങ്കിൽ നമ്മൾ വി ഹാവ് ടു ടീച്ച്. നമ്മുടെ കർത്താവിനെ പറയുന്ന ഈ ഗോ ആൻഡ് ടീച്ച് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഭൂലോകം പോയി പ്രസംഗിക്കുക എന്നുള്ളത് തന്നെ അതിന് ടീച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ടീച്ചിങ്ങിലോട്ട് കൂടുതൽ ശ്രദ്ധ വന്നത് എന്നൊരു കാരണം 1965 ഞാൻ ഐ വെൻറ്റ് ടു ബോംബെ ഫോർ ദ ഫസ്റ്റ് ടൈം. ബാന്ദ്രയിലെ ഗോസ്പൽ മീറ്റിംഗ്, ഈവനിങ് ഗോസ്പൽ മീറ്റിങ്ങിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഈപ്പച്ചൻ എന്നും പറഞ്ഞൊരു അവിടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. നമ്മുടെ GLSലെ ആളാണ്. അദ്ദേഹം ഈ ഗോസ്പൽ സൊസൈറ്റി വന്ന് കാണുകയും വളരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ഞങ്ങളെ പ്രിൻറ്റിങ്ങിലൊക്കെ കുറേ സഹായിക്കാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. കുറേ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പരിചയമായി. പുള്ളി പറഞ്ഞു, ഐ വിൽ ഷോ യു എ പേഴ്സൺ, എ യങ് മാൻ, യു കം. മീറ്റിംഗ് കഴിഞ്ഞു. പുള്ളി എന്നെ കൊണ്ടുപോയി പുള്ളിയുടെ വീട്ടിൽ, പുള്ളി താമസിക്കുന്നിടത്ത് കൊണ്ടുപോയി. അവിടെ ജോർജ് വെർവർ വന്നിട്ടുണ്ട്. മനസ്സിലായല്ല? ഞാൻ ചെന്നപ്പം ജോർജ് വെർവറിനെ കാണാൻ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. ഞങ്ങൾ സംസാരിച്ചു. വെർവർ അപ്പോൾ പുള്ളി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടീച്ചറാണ്, പ്രിൻറ്റിങ്ങിലും ഇങ്ങനെ ട്രാക്ടർ എഴുതുന്ന ആളൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഹി വാസ് എക്സൈറ്റഡ്. പെട്ടെന്ന് പുള്ളി അകത്തോട്ട് പോയി 3 ബുക്ക് കൊണ്ടു തന്നു. തിങ്ക് ഓഫ് യുവർ ഫ്യൂച്ചർ, ട്രൂ ഡിസൈപ്പിൾഷിപ്പ്, ലിറ്ററേച്ചർ മാനുവൽ. ഈ 3 പുസ്തകം ചെറിയ ബുക്കുകളാണ്. വില്യം മാക്ഡൊണാൾഡിൻ്റെയാണ് ഇത് രണ്ടും. ആദ്യം പറഞ്ഞത് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്, തിങ്ക് ഓഫ് യുവർ ഫ്യൂച്ചർ, സ്മോൾ ബുക്സ്. മറ്റേ ലിറ്ററേച്ചർ മാനുവൽ എന്ന് പറയുന്നത് ജോർജ് വെർവർ എഴുതിയതാണ്. ഞാൻ ബോംബെയിൽ നിന്ന് മടങ്ങുമ്പോൾ ട്രെയിനിൽ, അന്നത്തെ ട്രെയിൻ ഇതുവഴി അല്ല, ട്രെയിന് മദ്രാസിൽ കൂടെ വരണം. അപ്പോൾ എനിക്ക് ഐ ഗോട്ട് പ്ലെൻറ്റി ഓഫ് ടൈം ഇൻ ദ ട്രെയിൻ. ഞാൻ വായിച്ചു, ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ആദ്യം വായിച്ചു. ഒന്ന് ഓടിച്ച് നോക്കി, പിന്നെ ഏതാദ്യം വായിക്കേണ്ടതെന്ന് നോക്കിയാണ്. വില്യം മാക്ഡൊണാൾഡിനെ ഞാൻ ആ ഓവറിനെ എനിക്കറിയാമായിരുന്നു. കാരണം ഗോസ്പൽ ട്രാക്ട് സൊസൈറ്റിയിൽ പുള്ളിയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലൈബ്രറി ഉണ്ടായിരുന്നു, അതിനകത്ത് ഉണ്ടായിരുന്നു. വായിച്ചു, കൊള്ളാം. തിങ്ക് ഓഫ് യുവർ ഫ്യൂച്ചർ വായിച്ചപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ അർജൻസി എനിക്ക് ബോധ്യമായി. മറ്റേത് നമ്മൾ കമ്മിറ്റ്മെൻറ്റ്, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്ത അത് വന്നു. ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ കൂടുതൽ ആവശ്യം വന്നു. മറ്റേത് അതിൻ്റെ അർജൻസി എന്നെ ബോധ്യപ്പെടുത്തി. ലിറ്ററേച്ചർ മാനുവൽ ഞാൻ വായിച്ചില്ല, എനിക്ക് പുള്ളിയുടെ. അപ്പോൾ അന്ന് ഞങ്ങളുടെ മൈലപ്രായിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിരുന്ന കാരണം IGM എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. IGM കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ? ഇല്ല. അന്ന് സഭ 2ആയി. ഞങ്ങൾ വേറെ കൂടെ ഭൂരിപക്ഷം ഞങ്ങൾ ഹാള് വിട്ട്, ഹാള് മറ്റുള്ളവർക്ക് കൊടുത്തേച്ച് ഞങ്ങൾ വെളിയിൽ പോയി കൂടി. വഴക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് പോയി. അങ്ങനെ ഇരിക്കുന്ന കാലമാണ്. അന്ന് ഞങ്ങളുടെ സൺഡേ സ്കൂള് വളരെ ഉഴപ്പി. അതെനിക്ക് വലിയ വിഷമത്തിലിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. ഉഴപ്പിൻ്റെ അങ്ങനെ ഉഴപ്പാൻ പാടില്ല, ഇതിനെ നമുക്ക് ജീവിക്കണമെന്നും പറഞ്ഞു ഇവിടെ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. സാറ്റർഡേയിൽ എല്ലാവരെയും പിള്ളേരെ എല്ലാം അവരുടെ ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ പലതും നോക്കി. ഞാൻ ഇവിടെ വന്നിട്ട് ഈ
എൻ്റെ സ്നേഹിതർ പലരുമുണ്ട്. അതിൽ കെ വി മാത്യു എന്ന് പറഞ്ഞാണ്. കെ വി കോഴിസാറിൻ്റെ അനിയനാണ് കെ വി മാത്യു. കെ വി മാത്യുവും ഞങ്ങളൊരു വീട്ടിലാണ് കൂടുന്നത്. അന്നത്തെ ഞങ്ങളുടെ യോഗത്തിന് പോയി ഞാൻ എൻ്റെ ബോംബെ യാത്രയും റിപ്പോർട്ടുകൾ അന്ന് അങ്ങനെയൊക്കെയാണ് പോയി ചേരുമ്പം അതൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ എന്നോട് വർത്തമാനം പറഞ്ഞോട്ട് വന്നപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു. അല്ലല്ല ബി ബി എ വന്നില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ പഠിത്തം, നമ്മുടെ സൺഡേ സ്കൂള് എന്നേ നമ്മൾ സൺഡേ സ്കൂളിൽ നിൽക്കാം. നമ്മുടെ സൺഡേ സ്കൂൾ ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചേ ഒക്കത്തുള്ളൂ. സിസ്റ്റമാറ്റിക്കായിട്ട് വേണം എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പരിപാടികൾ അങ്ങോട്ട് പറഞ്ഞു. ഇന്ന രീതിയിൽ അന്ന് പുസ്തകങ്ങളൊന്നുമില്ല, 1-2 പുസ്തകം ഏതോ ബുക്കിനെ സംബന്ധിച്ചുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു സിസ്റ്റമാറ്റിക്കായിട്ട് സിലബസ് ഉണ്ടാക്കിയിട്ട് സിലബസിൽ നിന്ന് അതനുസരിച്ച് സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ട് പുസ്തകം എഴുതി അങ്ങനെ നമ്മളിത് എന്നും പറഞ്ഞ് പുള്ളിയോടൊരു പരിപാടി അങ്ങ് പറഞ്ഞു. പുള്ളി വലിയ തിങ്കറാണ്, എന്നാൽ വെരി പാസീവ്. ഇങ്ങനെ എല്ലാം പുള്ളി കേട്ട് എന്നാൽ കുര്യച്ചൻ പണ്ട് പറഞ്ഞല്ലേ എടാ, ഞാൻ ഏടാ പോടാന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾ പ്രായമുള്ളവരാണ് കേട്ടോ. എടാ നീ വിചാരിച്ചാൽ ഇത് നോക്കും, നീ ഒരു കാര്യം ചെയ്യും. അപ്പോൾ സുവിശേഷാലയത്തിൻ്റെ വർക്ക് നല്ല ഗംഗമായിട്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളതിൽ ഇൻവോൾവാണ്. അതിൻ്റെ അപ്പം നീ സുവിശേഷാലയത്തിൽ അതിൻ്റെ വർക്ക് നീ വിചാരിച്ചാൽ ഒക്കും. ശരി. ഞാൻ അന്ന് ഇതിൻ്റെ ലീഡറായിട്ടുള്ള ഒരാളിനെ ഉണ്ട്. പുള്ളി നമ്മൾ വിട്ടു പോയി മരിക്കുകയും ചെയ്തു. പുള്ളിയോട് എന്ന് പറഞ്ഞു, പുള്ളി പറഞ്ഞു നത്തിങ് ബി, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പോൾ സൺഡേ സ്കൂളിൻ്റെ പറയാൻ പോകാം, നമുക്ക് സുവിശേഷം പറയണം, അത്രേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു എന്ന് പറഞ്ഞാൽ പുള്ളി അതങ്ങ് അങ്ങ് തള്ളി. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ വേറൊരാളുണ്ട്, ഒരു TN ജോർജ് സാറുണ്ട്. എന്നേക്കാൾ സീനിയർ ആൾ. മറ്റേ പുള്ളിയും എന്നേക്കാൾ വളരെ സീനിയറാണ്, 15 വയസ്സ് മൂത്ത ആളാണ്. അതുകൊണ്ട് അതിനൊന്ന് കവർ ചെയ്ത് ഒന്നും പുള്ളിയോട് പറഞ്ഞു. പുള്ളിക്ക് അതിനകത്ത് താല്പര്യം ഉണ്ട്, പിള്ളേരെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുമാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസറാണ് പുള്ളി. ഞങ്ങൾ രണ്ടും കൂടെ അടുത്ത പ്ലാൻ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങളുടെ ഏബ്രാം സാർ എന്ന അന്നത്തെ നേതാവിൻ്റെ പേര് ഞങ്ങളുടെ ഏബ്രാം സാറിനോട് പറഞ്ഞു, സാറേ ഇതൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല, നടത്തി ഒക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്. ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് പുള്ളി പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യും, ഒരു അഖില കേരള സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിച്ച് കൂട്ടിത്തരാം. ശരി, അത് മതി, ബാക്കി നിങ്ങൾ ചെയ്ത് തരണം. ഓക്കെ. അങ്ങനെ വിളിച്ചു കൂട്ടി. അങ്ങനെ ഞങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കി. ഇതിനകത്ത് TK ശമ്പൽ സാറ്, ചാക്കോ സാർ, ചെറുനാട്ടൊരു ചാക്കോ സാറുണ്ട്, അവർ KK ജോൺ സാർ കൊട്ടാരക്കര, ഇവരൊക്കെ ഞങ്ങൾ പിടിച്ചു. അങ്ങനെയാണ് അവരൊക്കെ വന്ന് അവരൊക്കെ ഉൾപ്പെട്ട കമ്മിറ്റി പ്രവർത്തിച്ചാണ് ഇത് വന്നത്. ഞാൻ ദി യങ്ങസ്റ്റ് ഓഫ് ദ മോൾ. ഇവിടെ എല്ലാം ഞാൻ പക്ഷേ ഞാൻ പറയുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നു. അതിന് എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാക്കി. അതാണ് ഇന്ന് സൺഡേ സ്കൂളിലെ ഈ 10ാം ക്ലാസ് വരെയുള്ള